ഇടുക്കി മൂന്നാറിൽ വീണ്ടും അപകടയാത്ര. മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ റോഡിലൂടെ കാറിന്റെ ഡോറിലിരുന്നാണ് യുവാക്കൾ അപകടയാത്ര നടത്തിയത്. ബിനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. ബിനീഷ്, സംഭവത്തിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? പോലീസ് സ്വീകരിച്ച നടപടികൾ കൂടി. കാളിദാസ്, ഇന്ന് ഒരു 3 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ വാഹനയാത്ര നിയമവിരുദ്ധമായി നടത്തിയത്. ഈ രണ്ട് വാഹനങ്ങളുടെ ജനാലയിലിരുന്നാണ് ഇത്തരത്തിലൊരു ഈ നിയമവിരുദ്ധ യാത്ര നടത്തിയത്. ഇന്നും മോട്ടോർ വാഹന വകുപ്പ് മൂന്നാറിൽ പരിശോധന കർശനമാക്കിയത്. കാരണം നിരവധി വിനോദസഞ്ചാരികൾ വരുന്ന മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകടയാത്രയും അതോടൊപ്പം തന്നെ അമിത വേഗതയും ഉള്ളത് കാരണം തന്നെ പല മേഖലകളിലായിട്ട് മോട്ടോർ വെഹിക്കിൾ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് 2 വാഹനങ്ങൾ അത്തരത്തിൽ സൺറൂഫിൽ കയറിയിരുന്ന ഒരു അപകട യാത്ര നടത്തിയിരുന്നു. അവർക്കെതിരെ ഇന്ന് നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ നിയമ നടപടി സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം തന്നെയാണ് ഇത്തരത്തിലൊരു വീണ്ടും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി തന്നെ ജനാലയിൽ കയറിയിരുന്ന 2 യുവാക്കൾ യാത്ര നടത്തിയത്. ഈ മാട്ടുപ്പെട്ടി സ്റ്റേഷൻ റോഡ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ വീതി കുറഞ്ഞ റോഡാണ്. നിരവധി വളവുകളുള്ള മേഖല കൂടിയാണ്. ഏതായാലും ടോപ്പ് സ്റ്റേഷൻ മാട്ടുപ്പെട്ടി തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ഒരു മേഖല കൂടി തന്നെയാണ്. ഈ മേഖലയിൽ ഈ റോഡിന് വീതി കുറഞ്ഞുള്ള കാരണം തന്നെ വാഹനങ്ങൾ പെട്ടെന്ന് വരാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ ഈ ജനാലിലിരിക്കുന്ന യുവാക്കൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയായിരിക്കും ഈ വാഹന വകുപ്പ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിരവധി ബോധവൽക്കരണവും മാധ്യമങ്ങളിലൂടെയെല്ലാം തന്നെ നിരവധി പ്രാവശ്യം ഇതെല്ലാം തന്നെ വാർത്തയായതാണ്. എന്നാലും വീണ്ടും ഞങ്ങൾ ഇത്തരത്തിൽ ആവർത്തിക്കൂ എന്നുള്ള രീതിയിലാണ് ഈ മൂന്നാറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു നിയമവിരുദ്ധ യാത്ര നടത്തുന്നത്. ഈ യാത്ര ചിലപ്പോൾ വലിയ രീതിയിലുള്ളൊരു അപകടത്തിന് വഴിതെളിച്ചേക്കാം. ടോപ്പ് സ്റ്റേഷൻ റോഡ് നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ഈ കനത്ത മൂടൽമഞ്ഞുള്ള മേഖല കൂടിയാണ്. നേരിൽ വരുന്ന വാഹനങ്ങൾ തന്നെ തൊട്ടടുത്ത് വരുമ്പോൾ തന്നെയാണ് ചിലപ്പോൾ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ മഞ്ഞ് മൂലം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഏറെയാണ്. അത്തരത്തിലൊരു യാത്രയും ഈ അപകട യാത്രയും വലിയ രീതിയിലുള്ളൊരു അപകടത്തിന് തന്നെ വഴിതെളിക്കാം എന്ന് തന്നെയാണ് എല്ലാവരും തന്നെ ഈ ദൃശ്യങ്ങൾ പങ്കുവച്ച സോഷ്യൽ മാധ്യമങ്ങളിലെല്ലാം തന്നെ ആളുകൾ പങ്കുവയ്ക്കുന്നത്. ഏതായാലും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാളിദാസ്. ശരി ബിനീഷ്, അപകട സാധ്യത ഏറെയുള്ള ഒരു മേഖലയിലാണ് ഇത്തരത്തിലുള്ള അപകടകരമായ പ്രവണതകൾ വീണ്ടും എത്തിച്ചേരുന്നവർ അല്ലെങ്കിൽ അവിടെ ഇതേപോലെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതാണ്